ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു FRK Tech PSC. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ്റെ കേരള വാട്ടർ അതോറിറ്റിയിൽ വരുന്ന സിവിൽ ആൻഡ് മെക്കാനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊരു 10 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇത് നമ്മൾ 15ാമത്തെ സെഷനാണ്. ഈ ഒരു സ്റ്റഡി സീരീസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആ നോട്ട്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വരിക. ഇപ്പോൾ റിപ്പീറ്റേറ്റീവ് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സോയിൽ ഗുഡ് ഫോർ മേക്കിംഗ് ബ്രിക്സ് ഇസ് അലൂവിയൽ സോയിൽ, ബ്ലാക്ക് കോട്ടൺ സോയിൽ, സിൽറ്റ്, സാൻഡ് ആൻഡ് സിൽറ്റ്. അപ്പോൾ നമുക്ക് ബ്രിക്സ് ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സോയിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ അലൂവിയൽ സോയിലാണ്. ഓക്കെ, അലൂവിയൽ സോയിലാണ് ബ്രിക്സ് ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായത്. അവിടെ ഒരുപാട് തരം സോയിൽസ് നിങ്ങൾക്കറിയാം. ലാറ്ററൈറ്റ് ഉണ്ട്, ബ്ലാക്ക് സോയിൽ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് ബ്രിക്സിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സോയിൽ അലൂവിയൽ സോയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് മിക്സിംഗ് ക്ലേ, വാട്ടർ ആൻഡ് അതർ ഇൻഗ്രീഡിയൻസ് ടു മേക്ക് ബ്രിക്ക് ഇസ് കോൾഡ് മോൾഡിംഗ്, നീഡിങ്, പഗ്ഗിങ്, ബ്ലെൻഡിങ്. അതിൻ്റെ ആൻസർ വരുന്നത് നീഡിങ് ആണ്. ഓക്കെ, ഇപ്പം നീഡിങ് എന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബ്ലെൻഡിങ് ഒക്കെ കഴിഞ്ഞ് വരുന്നൊരു പ്രോസസ്സാണ്. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പൊടികൾ ബ്രിക്സിലേക്ക് മിക്സ് ചെയ്യുക, അതാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോമ്പോസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ ഗ്രെയിൻസ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്യുക, അതാണ് ബ്ലെൻഡിങ്. അത് കഴിഞ്ഞിട്ട് വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് ക്ലേ രൂപത്തിലാക്കി എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് നീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, മോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾഡിങ് അതിൻ്റെ ആ ഒരു വേർഡ് തന്നെ ഉണ്ട്. മോൾഡിങ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഷേപ്പിലേക്ക് ബ്രിക്കിനാക്കി മാറ്റുന്ന പ്രൊസീജിയർ. ഒരു റെക്ടാങ്കുലർ ക്യൂബ് മോഡലാണെങ്കിൽ ആ ഒരു ഷേപ്പിലേക്ക് ഇതിനെ ആ ബ്രിക്കിനെ ക്ലേ നിറച്ചിട്ട് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നതാണ് മോൾഡിങ്. പിന്നെ പഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആക്ട് ഓർ പ്രോസസ് ഓഫ് വർക്കിംഗ് ആൻഡ് ടെമ്പറിങ് ക്ലേ ടു മേക്ക് ഇറ്റ് പ്ലാസ്റ്റിക്. ഓക്കെ, അതൊരു പഗ് മില്ലുണ്ട്. ആ ഒരു മില്ലിനകത്താണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്ലേനെ ടെമ്പർ ചെയ്യുക, എന്നിട്ട് പ്ലാസ്റ്റിക് രൂപത്തിൽ, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെറ്റീരിയൽ അല്ല പറയുന്നത്, ആ ഒരു പ്ലാസ്റ്റിക് രൂപത്തിലാക്കുക, ഡിഫോം ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് ആക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമ്മൾ പഗ്ഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലെൻഡിങ് ഞാൻ പറഞ്ഞു. ദ ക്ലേ ഈസ് മെയ്ഡ് ലൂസ് ആൻഡ് എനി ഇൻഗ്രീഡിയൻറ്റ്, ഓക്കെ, ഇൻഗ്രീഡിയൻറ്റ് ടു ബി ആഡഡ് ടു ഇറ്റ് ഈസ് സ്പ്രെഡ് ഔട്ട് അറ്റ് ഇറ്റ്സ് ടോപ്പ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഗ്രെയിൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുക, അതാണ് ബ്ലെൻഡിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, വിക്കറ്റ് സെപ്പാരറ്റസ് ഇസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദി ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്, നോർമൽ കൺസിസ്റ്റൻസി ഓഫ് സിമെൻറ്റ്, ഓൾ ഓഫ് ദി അബോവ്. വിക്കറ്റ് സെപ്പാരറ്റസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓൾ ഓഫ് ദി അബോവ് ആണ്. അപ്പോൾ വിക്കറ്റ് സെപ്പാരറ്റസിനെ കൊണ്ട് നമുക്ക് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം മനസ്സിലാക്കാൻ കഴിയും, ഫൈനൽ സെറ്റിംഗ് ടൈം മനസ്സിലാക്കാൻ കഴിയും, നോർമൽ കൺസിസ്റ്റൻസിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിഗറിലോട്ടൊന്ന് പോവാം. അപ്പോൾ ഇതാണ് വിക്കറ്റ് സെപ്പാരറ്റസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബ്ലൂ കളർ, ഇപ്പോൾ ഈ അടുത്ത ഭാഗത്ത് കാണുന്ന ഈ ബ്ലൂ കളറിൽ നമ്മൾ സിമെൻറ്റിൻ്റെ പേസ്റ്റ് കൊണ്ടൊരു മോൾഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഓക്കെ, ആ നമ്മൾ ഫില്ല് ചെയ്തിട്ട് മോൾഡ് ഉണ്ടാക്കും. ആ മോൾഡാണ് നമ്മൾ ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ വെക്കുന്നത്. എന്നിട്ട് ആ ഈ ഒരു ഗ്ലാസ് പ്ലേറ്റും മോൾഡും കൂടിയാണ് ഈ അപ്പാരറ്റസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ നീഡിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? സിമെൻറ്റ് ജസ്റ്റ് ഒന്ന് ആ സെറ്റ് ആവുന്ന ടൈം, അതാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, അത് അരമണിക്കൂറാണ്. പിന്നെ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ബോണ്ടായിട്ട് മാറുന്നത്, അത് 10 മണിക്കൂറിന് ശേഷമാണ്. അതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈംസ്. അപ്പോൾ അത് നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എത്രയാണ് കറക്റ്റ് ആയിട്ടുള്ള ടൈം, ആ ഒരു പെർട്ടിക്കുലർ സിമെൻറ്റിൻ്റെ കറക്റ്റ് ഇനീഷ്യൽ ഫൈനൽ സെറ്റിംഗ് ടൈം ഒക്കെ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ നോർമൽ കൺസിസ്റ്റൻസി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അടുത്തത്, ദ ഫിനോമിന ബൈ വിർച്യൂ ഓഫ് വിച്ച് ദ പ്ലാസ്റ്റിക് സിമെൻറ്റ് ചേഞ്ചസ് ഇൻ ടു സോളിഡ് മാസ് ഇസ് നോൺ ആസ് സെറ്റിംഗ്, ഹാർഡ്നെസ്, ഹൈഡ്രേഷൻ, നൺ ഓഫ് ദീസ്. ഒരു പ്ലാസ്റ്റിക് സിമെൻറ്റ്, അതായത് ഡിഫോം ചെയ്യാൻ കഴിയുന്ന ഒരു സിമെൻറ്റ് ഒരു സോളിഡ് മാസ് ആവുന്നു, ഡിഫോം ചെയ്യാൻ കഴിയാത്തൊരു മാസ് ആവുന്ന ആ ഒരു പ്രോസസ്സ്. ഓക്കെ, ഇപ്പോൾ പ്ലാസ്റ്റിക് സിമെൻറ്റിൽ നിന്ന് ഒരു സോളിഡ് മാസ് ആവുന്ന ഒരു പ്രൊസീജിയർ, ഒക്കെ ആ ഒരു ഫിനോമിനൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിനാണ് സെറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. ഇപ്പോൾ സിമെൻറ്റ് സെറ്റ് ആവുക, നമ്മൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡ് തന്നെയാണത്. ഓക്കെ അല്ലേ, നമ്മൾ സിമെൻറ്റ് സെറ്റ് ആവുന്നവരെ നമുക്ക് കാത്തിക്കാൻ നമ്മൾ പറയും.
അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു മോട്ടർ ഒരു സിമെൻറ്റിൻ്റെ ഒരു ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളത് പ്ലേസ് ചെയ്യും. നമുക്ക് വേണ്ട സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആവുന്നവരെ കാത്തിക്കാന്ന് പറയാം. സെറ്റ് ആവുന്ന എന്താണ് ഒരു സോളിഡ് മാസ് ആവുന്നവരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. SI എഞ്ചിൻ മീൻസ് സെൽഫ് ഇഗ്നീഷൻ എഞ്ചിൻ, സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ, ഇഞ്ചക്ഷൻ എഞ്ചിൻ, സ്പാർക്ക് ഇഞ്ചക്ഷൻ എഞ്ചിൻ. SI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ അല്ലേ? നമ്മൾ ഇതിന് മുന്നേ ഡിസ്ക്രൈബ് ചെയ്താണ് കാര്യമാണ്, മെക്കാനിക്കൽ പാർട്ടാണ്. ഓക്കെ, സോ SI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ, CI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ. ഓക്കെ, നോട്ട് ചെയ്യുക കേട്ടോ. CI എഞ്ചിൻ മീൻസ് കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ. SI എഞ്ചിനിലാണ് നമ്മൾ പെട്രോൾ യൂസ് ചെയ്യുന്നത്, CI എഞ്ചിനിലാണ് നമ്മൾ ഡീസൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ SI എഞ്ചിനിലാണ് നമ്മൾ കാർബറേറ്റർ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നത്, CI എഞ്ചിനിലാണ് നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ യൂസ് ചെയ്യുന്നത്. അതൊക്കെ അതിൻ്റെ ഡിഫറൻസസ് ആണ്. അതൊക്കെ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാർബറേറ്റർ ഏതിലാണ് യൂസ് ചെയ്യുക, SI എഞ്ചിനാണോ CI എഞ്ചിനാണോ, അങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം അതൊന്നും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത്, ദ കംപ്രഷൻ റേഷ്യോ ഇൻ എ കംപ്രഷൻ ഇഗ്നീഷൻ CI എഞ്ചിൻ ഈസ് ജനറലി ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഞാൻ തൊട്ടുമുന്നേ പറഞ്ഞില്ലേ, കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിനെ പറ്റി ഞാൻ പറഞ്ഞു. അതാണ് CI എഞ്ചിൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്താണ്? 8:13, 16:23, 20:28, 25:32. അപ്പോൾ കംപ്രഷൻ റേഷ്യോ എന്താണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള സ്വെപ്റ്റ് വോളിയം, അതുപോലെ അതിൻ്റെ ഫുൾ സിലിണ്ടർ വോളിയം, സ്വെപ്റ്റ് വോളിയം, ക്ലിയറൻസ് വോളിയം, അത് വെച്ചിട്ട് റേഷ്യോ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് കംപ്രഷൻ റേഷ്യോ. അപ്പോൾ ഞാൻ ഫിഗർ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നിങ്ങൾ മുന്നത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ആ കംപ്രഷൻ റേഷ്യോ നമ്മുടെ ഈ CI എഞ്ചിനിൽ എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിനിൽ എത്രയാണ്, അതിൻ്റെ റേഞ്ച് എത്രയാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് 16:23 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ CI എഞ്ചിനിൽ കംപ്രഷൻ റേഷ്യോ 16 മുതൽ 23 വരെയാണ് വരിക. അതുപോലെ നിങ്ങൾ നോട്ട് ചെയ്യുക, SI എഞ്ചിനിലാണെങ്കിൽ, അതായത് പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ അതൊരു 8 to 10 വരുള്ളൂ. ഓക്കെ, ഇപ്പോൾ കംപ്രഷൻ റേഷ്യോ CI എഞ്ചിനിൽ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനേക്കാളും കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ SI എഞ്ചിനിൽ 8 to 10, കംപ്രഷൻ ഇഗ്നിഷൻ CI എഞ്ചിനിലാണെങ്കിൽ 16 to 23, ആ ഒരു റേഞ്ചാണ്. ഈ 16 to 23 തന്നെ ചിലപ്പോൾ 18 to 24 എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അതൊന്ന് നോട്ട് ചെയ്യുക. കറക്റ്റ് 16 to 23 ആവണമെന്നില്ല, ചിലപ്പോൾ 18 to 24 എന്നാവാം. ഓക്കെ, അല്ലെങ്കിൽ 15 to 22, അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചാണ്. ഓക്കെ, ഒരു 17, 18, 19, 20, 21 ആ റേഞ്ചിലാണ് വരിക. SI എഞ്ചിനാണെങ്കിൽ 10, 9, 8 ആ റേഞ്ചിലാണ് വരിക. ഓക്കെ, അടുത്തത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലൈ വീൽ ഇൻ എൻജിൻ ഇസ് ഇനേഷ്യ, പാസ്കൽ ലോ, വെഞ്ചൂറി പ്രിൻസിപ്പിൾ, ചാൾസ് ലോ. എഞ്ചിൻ്റെ അകത്തുള്ള ഫ്ലൈ വീല് ഏത് ലോന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത്, ഏത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്? അത് ഇനേഷ്യ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലൈ വീൽ എന്താ നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ഫ്ലൈ വീല്. ഓക്കെ, അപ്പോൾ ഫ്ലൈ വീല് ഘടിപ്പിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇതിപ്പോൾ എഞ്ചിൻ്റെ ക്രാങ്ക് ആൻഡ് പിസ്റ്റൺ ആണ്. പിസ്റ്റൺ ഇപ്പോൾ ഇവിടെ 6 പിസ്റ്റൺ ഉണ്ട്. അപ്പോൾ അതൊരു 6 സിലിണ്ടർ എഞ്ചിനാണ്. 6 സിലിണ്ടർ എഞ്ചിൻ്റെ നടുവിൽ കൂടെ പോകുന്ന ഭാഗമാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ഓക്കെ, ഈ ക്രാങ്ക് ഷാഫ്റ്റ് എൻഡിലാണ് ഫ്ലൈ വീല് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നു, 4 സ്ട്രോക്ക് എഞ്ചിനെ കുറിച്ച് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. സക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ, എക്സോസ്റ്റ്. ഓക്കെ, അതിൽ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ മാത്രമാണ് പവർ എഞ്ചിൻ നമുക്ക് തരുന്നത്. ബാക്കി 3 സ്ട്രോക്കിലും ആ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യണം അല്ലേ? ആ റെസിപ്രോക്കേറ്റ് ചെയ്യിക്കുന്നത് നമ്മളാണ്. നമ്മൾ അങ്ങോട്ട് ചെയ്യിക്കണം. ഓക്കെ, എങ്കിലേ ഉള്ളൂ അത് ഓടുള്ളൂ. അല്ലാതെ അത് എഞ്ചിൻ ചെയ്യുന്നില്ല. അത് നമുക്ക് എക്സ്പാൻഷനിൽ മാത്രമാണ് അവിടെ ഒരു പൊട്ടിത്തെറി, അതായത് ഫ്യൂവല് ബേൺ ചെയ്തൊരു പൊട്ടിത്തെറിച്ചിട്ട് അങ്ങനെയാണ് പിസ്റ്റണിനെ താത്തുന്നത്. അപ്പോൾ എഞ്ചിൻ അവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഒരു എക്സ്പാൻഷൻ സ്ട്രോക്കിൽ മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി 3 സ്ട്രോക്ക് ചെയ്യിക്കുന്നത് നമ്മളാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ ഫ്ലൈ വീല് ഭയങ്കര ഒരു മാസുള്ള ഒരു എന്താ പറയുക, കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ളൊരു വീലാണ്. അപ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള വീല് കറക്കി വെക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും, മെല്ലെ നിൽക്കുള്ളൂ. ഓക്കെ, അതിന് ഇനേഷ്യ ഉണ്ടാവും. ഇനേഷ്യ ന്യൂട്ടന്റെ ലോ ആണ് ഇനേഷ്യ അല്ലേ? അപ്പോൾ ആ ഒരു റൊട്ടേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് വീലാണെങ്കിൽ പെട്ടെന്ന് നിൽക്കും അല്ലേ? പക്ഷെ കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള മാസുള്ള വീലാണെങ്കിൽ എന്ത് സംഭവിക്കുക, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താവും, ഈ ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും.
അപ്പോൾ എക്സ്പാൻഷൻ സ്ട്രോക്ക് വരുന്ന സമയത്ത് ഫ്ലൈ വീലിലേക്ക് എനർജി സ്റ്റോർ ചെയ്യും. അപ്പോൾ ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യും. ഇനി ബാക്കിയുള്ള സ്ട്രോക്കുകൾ, അതായത് എക്സോസ്റ്റ്, സക്ഷൻ, കംപ്രഷൻ, ഇതിലേക്കുള്ള എനർജി ഫ്ലൈ വീൽ തിരിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യുക. ഫ്ലൈ വീലിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ടു സ്റ്റോർ ആൻഡ് റീഡിസ്ട്രിബ്യൂട്ട് എനർജി എന്നുള്ളതാണ് ഫ്ലൈ വീലിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു 3 സ്ട്രോക്കും കംപ്ലീറ്റ് ചെയ്യാനുള്ള എനർജി ഫ്ലൈ വീൽ തിരിച്ചു കൊടുക്കും. വീണ്ടും എക്സ്പാൻഷൻ സ്ട്രോക്കിൽ എനർജി വാങ്ങിയിട്ട് വീണ്ടും കുറച്ച് കൂടുതൽ കറങ്ങും. പിന്നുള്ള ആ ഇനേഷ്യനെ കൊണ്ടുള്ള ആ ഒരു എനർജി വീണ്ടും തിരിച്ചു കൊടുക്കും. അങ്ങനെ അങ്ങനെ ഓരോ സൈക്കിളിൽ കണ്ടിന്യൂ ചെയ്തു പോകും. അതാണ് ഫ്ലൈ വീലിൻ്റെ ഫങ്ഷൻ. ഫ്ലൈ വീൽ എവിടെയാണ് വരിക നോക്കാം നമുക്ക്. എൻജിൻ കഴിഞ്ഞാൽ ആണ് ഫ്ലൈ വീൽ വരിക. ഫ്ലൈ വീൽ കഴിഞ്ഞിട്ടാണ് ക്ലച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്, ഇതൊരു ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക എന്തൊക്കെയാണുള്ളത്. എൻജിൻ കഴിഞ്ഞാൽ ഫ്ലൈ വീൽ കഴിഞ്ഞാൽ ക്ലച്ച് കഴിഞ്ഞാൽ ഗിയർ ബോക്സ് കഴിഞ്ഞാൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഓക്കെ, പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ഇടയിൽ 2 ഭാഗത്ത് യൂണിവേഴ്സൽ ജോയിന്റുകൾ ഉണ്ടാവും. വണ്ടി വളയുമ്പോൾ സഹായിക്കുന്നതാണ് യൂണിവേഴ്സൽ ജോയിന്റ്. പിന്നെയാണ് നമുക്ക് റിയർ വീൽസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ വീലിലേക്ക് പോകുന്നത് 90 ഡിഗ്രി റൊട്ടേഷൻ മാറ്റി കൊടുക്കുന്നതിനാണ് ഡിഫറൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ എൻഡിൽ ഒരു ഡിഫറൻഷ്യലും കൂടി ഉണ്ടാകും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത്, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വാൽവ്സ് ഇൻ ആൻ ഓട്ടോമൊബൈൽ എഞ്ചിൻ ഇസ് പോപ്പറ്റ് വാൽവ്, സ്ലീവ് വാൽവ്, റോട്ടറി വാൽവ്, നൺ ഓഫ് ദീസ്. ഓട്ടോമൊബൈൽ എഞ്ചിനിൽ നമ്മൾ സാധാരണ ഈ കണ്ടുവരുന്ന വാൽവ് ഏത് ടൈപ്പ് വാൽവാണ്? അത് പോപ്പറ്റ് വാൽവാണ് കേട്ടോ. പോപ്പറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു പേര്. കണ്ടോ, ഈ ഒരു ഷേപ്പാണ് അതിൻ്റെ ഒരു പേര്. അപ്പോൾ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഈ എൻ്റെ സിലിണ്ടറാണ്. ഓക്കെ, ഒരു സർക്കുലർ ഷേപ്പാണ്. കുറച്ച് ഉള്ളോട്ടേക്ക് കുഴിഞ്ഞിട്ടാണ് അത് ഉണ്ടാവുക. കുറച്ചൊരു ഉള്ളോട്ടേക്ക് കുഴിഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ ബൈക്കിൻ്റെ എന്തെങ്കിലും വാൽവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഷേപ്പാണ്. ഈ ഒരു ഷേപ്പിൻ്റെ എൻഡിൽ കുറച്ചൊന്ന് ഉള്ളോട്ടൊന്ന് കുഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഈ ഷേപ്പിനെ കൊണ്ടാണ് അതിനെ പോപ്പറ്റ് വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ഫിഗർ നോക്കി നോക്കാം. കണ്ടോ, അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന 2 വാൽവ് നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ ഈ 2 വാൽവ് കണ്ടില്ലേ? ഈ 2 വാൽവ്. ഇപ്പോൾ ഇവിടെ ഇൻടേക്ക് വാൽവ് എന്ന് കാണാം. അപ്പോൾ ഞാൻ മൗസിൻ്റെ കർസർ നോക്കിയെങ്കിൽ മനസ്സിലാവും. ഇൻടേക്ക് വാൽവ് അത് നേരെ ആരോ ഇടുന്നത് ഈ ഒരു വാൽവിലേക്കാണ്. അതുണ്ട്, ഒരു പോപ്പറ്റ് വാൽവിൻ്റെ ഷേപ്പാണ്. സെയിം തന്നെയാണ് എക്സോസ്റ്റ് വാൽവ്. ഉണ്ട്, എക്സോസ്റ്റ് വാൽവ് അതും ഒരു പോപ്പറ്റ് വാൽവാണ്. ഓക്കെ, അപ്പോൾ പോപ്പറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ ആ ഷേപ്പാണ്. ഒരു സ്റ്റെം ഉണ്ടാവും, എൻ്റെ ഒരു സർക്കുലർ റിങ് ഉണ്ടാവും. അതാണ് പോപ്പറ്റ് വാൽവ്. അടുത്തത്, ദ ടോപ്പ് ഓഫ് ദ ബോഡി ഓഫ് ഷേപ്പർ പ്രൊവൈഡ്സ് ഗൈഡ് വേസ് ഫോർ റാം, ക്രോസ് റെയിൽ, വർക്ക്, നൺ ഓഫ് ദീസ്. ഷേപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതൊരു മെഷീൻ ടൂളാണ്. ലെയ്ത്ത്, ഷേപ്പർ, സ്ലോട്ടർ, മില്ലിംഗ് മെഷീൻ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചോദിക്കുക. അതുപോലെ ഡ്രില്ലിംഗ് മെഷീൻ. ഓക്കെ, ഈ 5 മെഷീൻസിനെ കുറിച്ചാണ് സാധാരണ ഈ ഒരു വാട്ടർ അതോറിറ്റീൻ്റെ ഈ ഒരു എക്സാമിന് ഉണ്ടാവുക, ഈ മെഷീൻ ടൂൾസ് ഉള്ള ഭാഗത്തുനിന്ന്. അപ്പോൾ ഓരോ മെഷീൻ ടൂളിലും എങ്ങനെയാണ് വർക്ക് മൂവ് ചെയ്യുന്നുണ്ടോ, ടൂള് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഷേപ്പർ എന്നുള്ള ഒരു മെഷീൻ ടൂളിന് ഗൈഡ് വേസ് ഉണ്ടാവും. ആ ഗൈഡ് വേസ് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു ഫിക്സ് ചെയ്യാനാണ് ഗൈഡ് വേസ്? റാം ആണോ, ക്രോസ് റെയിൽ ആണോ, വർക്കാണോ, നൺ ഓഫ് ദീസ്? അപ്പം അതിൻ്റെ ആൻസറാണ് റാം. അപ്പോൾ നമുക്ക് നോക്കാം. ഷേപ്പറിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. നമുക്കൊന്നുകൂടി നോക്കി നോക്കാം. ഇതാണ് ഷേപ്പർ മെഷീൻ. ഷേപ്പർ മെഷീൻ്റെ ഏറ്റവും മുകളിലുള്ള ഇതാണ് റാം. കണ്ടോ, ഇതാണ് റാം. അപ്പോൾ ഈ റാം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു എലിമെൻ്റ് കേട്ടോ. ഇത്രയും ഒരു റാം, ഇത് മുഴുവൻ റാമാണ്. ഈ റാമിൻ്റെ എൻഡിലാണ് ഇവിടെ കണ്ടില്ലേ ടൂള്. ഓക്കെ, അപ്പോൾ ഷേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൂൾ റെസിപ്രോക്കേറ്റ് ചെയ്യുക. കാരണം ഈ ടൂൾ ഇങ്ങനെ ഹൊറിസോണ്ടലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യും. താഴെ ഈ ടേബിളിൻ്റെ മുകളിലാണ് വർക്ക് വെച്ചിരിക്കുന്നത്. വർക്ക് ഫിക്സഡ് ആയിരിക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ ആ ടൂൾ റെസിപ്രോക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? റാം റെസിപ്രോക്കേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ റാം റെസിപ്രോക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ എന്ത് കൊടുക്കണം? ഒരു ഗൈഡ് വേസ് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ടോപ്പ് ഓഫ് ദ ബോഡി. ഇപ്പോൾ ഇവിടെ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ എൻറ്റയർ ഈ ഒരു കോളത്തിനാണ് നമ്മൾ ബോഡി എന്ന് വിളിക്കുന്നത്. ആ ബോഡീൻ്റെ മുകളിൽ ഈ ഒരു ഗൈഡ് വേസ് കൊടുത്തിരിക്കുന്നത് റാം വെക്കാനാണ്. ആ ഒരു ഗൈഡ് വേസിൻ്റെ മുകളിൽ കൂടിയാണ് റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സൈസ് ഓഫ് ലേത്ത് ഇസ് സ്പെസിഫൈഡ് ബൈ maximum job length in mm that may be held between centers, the height of centers measured over the lathe bed,
the maximum diameter that can be rotated over the bed. All of the above. അപ്പോൾ നമ്മളൊരു ലെയ്ത്തിന് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുക? അപ്പോൾ നമ്മളൊരു ലെയ്ത്ത് വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഷോപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത്? അപ്പോൾ അതിനാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സ്പെസിഫിക്കേഷന് അനുസരിച്ചൊരു ലെയ്ത്താണ് നമ്മൾ വാങ്ങുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യാം? ഇപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബോവ് ആണ്. ഓക്കെ, ഇപ്പോൾ മാക്സിമം ജോബ് ലെങ്ത് നമുക്ക് വേണം, എത്ര ഡയമീറ്റർ മാക്സിമം അതിൽ കറങ്ങണം, എത്രയാണ് സെൻറ്റേഴ്സിൻ്റെ മെഷർമെൻറ്റ് എന്നൊക്കെ അതിൻ്റെ സ്പെസിഫിക്കേഷനാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതെങ്ങനെയാണ് വരുന്നുള്ള സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇതാണ് ഒരു ലെയ്ത്ത്. ഓക്കെ, ഇപ്പോൾ ലെയ്ത്ത് കണ്ടോ, ഇവിടെ എ കാണുന്ന പറഞ്ഞാൽ സ്വിങ് ആണ് അല്ലേ. സ്വിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ് സ്റ്റോക്കിന് അവിടെയാണ് ചക്ക് വെക്കുന്നത്. ഈ ചക്ക് വെക്കുന്നതിൽ ഇതാണ് നമ്മൾ എന്ത് വെക്കുക, വർക്ക് വെക്കുക അല്ലേ. വർക്കാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. വർക്ക് ഇവിടെ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ആ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്കിൻ്റെ മാക്സിമം ഡയമീറ്റർ അതാണ് എ എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്. കണ്ടോ ഇവിടെ ഈ ഒരു ഇവിടെ നമുക്ക് രണ്ട് സെൻറ്റേഴ്സ് ഉണ്ട് അല്ലേ, ലൈവ് സെൻറ്റർ, ഡെഡ് സെൻറ്റർ. ലൈവ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഹെഡ് സ്റ്റോക്കിൻ്റെ അവിടെ, ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ടെയിൽ സ്റ്റോക്കിൻ്റെ അവിടെ. ആ രണ്ട് സെൻറ്റേഴ്സ് തമ്മിലുള്ള ലെങ്ത് അതായിരിക്കും മാക്സിമം ജോബ് ലെങ്ത്. ഓക്കെ, ഹെഡ് സ്റ്റോക്കിൽ ആ സെൻറ്ററിൽ വെക്കാവുന്നതും ടെയിൽ സ്റ്റോക്കിൻ്റെ അവിടെ സെൻറ്ററിൽ വെക്കാവുന്ന ലെങ്ത്താണ് മാക്സിമം ലെങ്ത് ഉണ്ടാവുക. സോ മാക്സിമം ലെങ്ത് ഓഫ് ജോബ്. പിന്നെ അതുപോലെ ഇവിടെ ഈ ഡി കാണുന്നത് കണ്ടോ, ഡി കാണുന്നത് പറഞ്ഞാൽ ഈ സെൻറ്ററും താഴെ തമ്മിലുള്ള ആ ഒരു ദൂരാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ ഹൈറ്റ് ഓഫ് സെൻറ്റേഴ്സ് മെഷേർഡ് ഓവർ ദ ലെയ്ത്ത് ബെഡ്. ഹൈറ്റ് ഓഫ് സെൻറ്റേഴ്സ് പറഞ്ഞാൽ ഇതാണ് ഹൈറ്റ് ഓഫ് സെൻറ്റർ, ഇതാണ് സെൻറ്റർ, ഇതാണ് ലൈവ് സെൻറ്റർ, ഇവിടെയാണ് ഡെഡ് സെൻറ്റർ. അപ്പോൾ അത് രണ്ടും ഒരു സെയിം ലൈനിലായിരിക്കും. ഓക്കെ, രണ്ടും സെയിം ലൈനിലായിരിക്കും. അതും ആ ബെഡും തമ്മിലുള്ള ആ ഒരു ദൂരം, ഹൈറ്റ്, അതാണ് ഹൈറ്റ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂടിയിട്ടാണ് നമ്മളൊരു ലെയ്ത്തിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പോവുക, നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.